gentlemen, it's me, Elsa Peter, and it's me, Fatima Hiba. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നത് രാവിലെയാണോ അതോ ഉച്ചയ്ക്കാണോ അതോ രാത്രിയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാലും ഒരു ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഒക്കെ ഇരിക്കട്ടെ. രാവിലെ തന്നെ ഇത് കേൾക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഉണ്ടാവും, സെറ്റായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളിപ്പോൾ പറയണ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്മൈലോട് കൂടിയാണെങ്കിൽ അത് ആ ദിവസത്തെ തന്നെ എന്താക്കി ആ ദിവസത്തെ തന്നെ ഡിഫറെൻ്റ് ആക്കി മാറ്റും. ഇല്ലേ ഇല്ലേ സപ്പി? അത് ശരിയാണ്. ബിക്കോസ് അതെന്താ കാരണം, അവർ വേ ഓഫ് തിങ്കിങ് ആൻഡ് മൈൻഡ് ഈസ് കണക്റ്റഡ്. നമ്മുടെ വേ എപ്പോഴും എന്തായിട്ട് കണക്റ്റ് ആയിരിക്കും, മൈൻഡിനായിട്ട് കണക്റ്റ് ആയിരിക്കും, ഇല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ എന്താ പറയുക ഒരു സ്പെഷ്യലായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും എന്തായിരിക്കും ആ ഒരു ഫീലിംഗ് നമുക്കുണ്ട്. സ്പെഷ്യലായിരിക്കും, വണ്ടർഫുൾ ആയിരിക്കും, സംതിങ് എന്താ ലൈക്ക് വെരി ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലേ സാർ? അത് ശരിയാണ്. നമ്മളിപ്പോൾ ഡെയിലി എന്ത് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് രാവിലെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചിരിയോടൊക്കെ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക മനസ്സിനൊരു ഉണർവും പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ. അതുപോലെയൊക്കെ ഇത് അന്ധവിശ്വാസം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അന്ധവിശ്വാസം കുറേ പേർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ എന്തെങ്കിലും രാവിലെ പകൽ സ്വപ്നം കണ്ട് നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും അത് നടക്കും, ആ സ്വപ്നം നടക്കും എന്നൊരു അന്ധവിശ്വാസമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല എനിക്ക്. അത് കാരണം എനിക്ക് അങ്ങനെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കുറേയൊക്കെ. ബട്ട് എന്നാലും എൽസാപ്പിയുടെ മുഖം കണ്ടപ്പോൾ ചെറുതായിട്ട് അന്ധവിശ്വാസം ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, എൽസാപ്പി ഇപ്പോൾ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് മാത്രം എന്നാലേ അന്ധവിശ്വാസം ഉണ്ടാവാം. അങ്ങനെ പറഞ്ഞത് എങ്ങനെയും ശരിയാവും, ഇല്ലേ? ബിക്കോസ് മോസ്റ്റ്ലി എല്ലാവർക്കും ഈ ലോകത്തിലെല്ലാവർക്കും അന്ധവിശ്വാസങ്ങളുണ്ടാവും, ഇല്ലേ? അത് ശരിയാണ്, ഉണ്ടാവും. ഇതിപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ രാവിലെ ഇന്ന് മോർണിംഗ് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. രാവിലെയൊക്കെ എണീറ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കോളേജിലേക്ക് വരാൻ നിൽക്കാം. അറ്റൻഡൻസ് മുഖ്യമെങ്കിൽ ഇപ്പോൾ വരണ്ടേ. അപ്പം ഇങ്ങനെ വരാൻ നിൽക്കുമ്പോൾ ബാഗൊക്കെ എടുത്ത് ചെപ്പലൊക്കെ ഇട്ട് പുറത്തേക്ക് ഗേറ്റിൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടി ഇതാണ്ട് പിന്നെയെന്നൊരു വിളി, തച്ചോന്നൊരു വിളി. അതിൻ്റെ നിക്നെയിമാണ് പബ്ലിക്കാക്കല്ലേ. പിന്നെ വെച്ച് അപ്പോൾ വിചാരിക്കും, ഓ കഴിഞ്ഞു, ഇന്നത്തെ കഥ കഴിഞ്ഞ മക്കളെ തീർന്നു വിചാരിക്കൂലേ? എൽസാപ്പിക്ക് അങ്ങനെ ഉണ്ടാവില്ല. അതെന്തായാലും വിചാരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതും വിചാരിച്ചിട്ട് ഉമ്മാടെ ഞാൻ ചോദിക്കും, എന്തുമ്മ ഇങ്ങനെ നല്ലതായിട്ട് ചോദിച്ചത്, എന്തമ്മ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. എന്തമ്മ എന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ചോറ്റും പാത്രം കൊണ്ടേ ഇല്ലല്ലോ എൻ്റെ മോള്. എന്തൊരു സ്നേഹം, അതുകൊണ്ട് പിന്നീന്ന് വിളിച്ചിട്ടാ ചോറ്റും പാത്രമൊക്കെ ആയിട്ട്. പിന്നെ കോളേജ് എത്തണ വരെ ഇന്നത്തെ ദിവസം പോക്കുന്ന തന്നെയായിരിക്കും മൈൻഡ്. പിന്നെ കോളേജ് എത്തിയാൽ നമ്മുടെ കോളേജിൻ്റെ കാര്യം പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കും, ഏനുണ്ട് സെറ്റല്ലേ. പിന്നെ പിള്ളേരായി ഫ്രണ്ട്സായി അവരൊക്കെ ഇട്ടിരിക്കുമ്പോൾ പിന്നെ അത് മരം. പിന്നെ വീട്ടിൽ പോയിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും മനസ്സിലാവുക ഇത് അന്ധവിശ്വാസമാണ്. ഇന്നത്തെ ദിവസമാണ് അടിപൊളിയായിരുന്നു, സെറ്റാണ്. അങ്ങനെ എക്സാപ്പിക്ക് അങ്ങനെ വല്ലതുണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പറയാനൊക്കെ ആകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നടന്നു വരുമ്പോൾ തന്നെ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ റോട്ടിലൊക്കെ വെള്ളം ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്ന് നീങ്ങി നിൽക്കും നമ്മൾ സൈഡിൽ നിൽക്കുക. പക്ഷെ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് വെള്ളം അങ്ങോട്ട് തെറിപ്പിച്ചാൽ അയ്യോ അതെ, കോളേജിലേക്ക് വരുന്ന നേരത്തെ നിന്നെ കുളിന്നിങ്ങനെ വരികയാണെങ്കിൽ അടിപൊളി തീർന്ന് പിള്ളേരൊക്കെ നമ്മൾ നോക്കി നമ്മളാകെ നമ്മുടെ വെള്ളത്തിൽ മുക്കി കോഴിക്കുട്ടികളുണ്ടാവില്ല അതുപോലെ ഇങ്ങനെ ഇരുന്ന് വരക്കുണ്ടാവും അവിടെ വേണിൻ്റെ അടിയിൽ. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അത് പറഞ്ഞപ്പോഴാലോചിച്ച് അന്ന് എൽസാപ്പ് ഒരു മോട്ടിവേഷൻ്റെ ആളെ കുറിച്ച് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും. ജോസഫ് അന്നംകുട്ടി. നിങ്ങൾ ആരെങ്കിലും അതിനെ കുറിച്ച് കേട്ടിക്കണ? ഇല്ല, പിന്നെ എൽസാപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേ. ജോസഫ് അന്നംകുട്ടി ജോസഫ്, ആളുടെ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നില്ല എനിക്ക്. എൻ്റെ എന്തോ നെയ്മിനെന്തോ ഡിഫറെൻ്റ് പോലെ തോന്നുക. ജോസഫ് അന്നംകുട്ടി ജോസഫ്. അന്നംകുട്ടി എന്നുള്ളത് ആളുടെ അമ്മയുടെ പേരാണ്. ഞാനിതുവരെ ഒരാളുടെയും പേരിങ്ങനെ കേട്ടപ്പോൾ ഒക്കെ അമ്മയുടെ പേര് ഒരാളുടെ കൂടെയും ചേർന്ന് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. പക്ഷെ ഇതൊരു പ്രത്യേകതരം ഒരു റയറായിട്ട് നമുക്ക് ഫീൽ ഉണ്ട്. എന്ന് വെച്ചാൽ അമ്മയുടെ പേര് ഇതുവരെ
അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. സിനിമയിലൊക്കെ അങ്ങനെ പറയാന്നല്ലാണ്ട് നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ടാ? നേരിട്ടൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അമ്മയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ആ മക്കൾക്ക് ഈ അമ്മേനോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നുവെച്ചാല് അമ്മമാരാണെങ്കിൽ ആ മക്കളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ ഗേൾസിന് എങ്ങനെ നമ്മുടെ സൂപ്പർ ഹീറോ ആരായിരിക്കും? അത് ഡാഡി തന്നെ. നമ്മുടെ ഡാഡി കൂൾ തന്നെ ആയിരിക്കും നമ്മുടെ സൂപ്പർ ഹീറോ എപ്പോഴും. അപ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസിനെ പറ്റി പറയുമ്പോൾ ആള് അത്യാവശ്യം നല്ലൊരു റൈറ്ററാണ്, പിന്നെ ആക്ടറാണ്. നമ്മുടെ ഏത് മൂവിയായിരുന്നു പറഞ്ഞോ? വിജയ് സൂപ്പറും പറഞ്ഞിട്ട് നമ്മുടെ ആസിഫിലൊക്കെ ഉണ്ടായിരുന്നേ. ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഐശ്വര്യം എങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. എന്ത് രസമൊരു ബേബി ഫീൽ ചെയ്യില്ല ലുക്കൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ പറയേണ്ട ജോസഫ് അന്നംകുട്ടീനെ പറ്റി. ജോസഫ് അന്നംകുട്ടി നല്ല ആക്ടറായിരുന്നു കേട്ടോ, പറയാൻ പറഞ്ഞു. അപ്പൊ ജോസഫ് അന്നംകുട്ടി ജോസ് ആളെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു റൈറ്ററാണ്, ആക്ടറാണ്, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന റേഡിയോ മിർച്ചിയിലെ ഒരു ആർജയും കൂടിയാണ്. ആളെ പറ്റി ഞാൻ അറിയണത് എങ്ങനെയാന്ന് വെച്ചാൽ ആള് 2017 തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. FBയിൽ പോസ്റ്റ് ചെയ്തതാണ്. ഐ ആം ദി ചേഞ്ച് എന്ന് പറഞ്ഞ വീഡിയോ. ആരും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടോ. ഒരു പ്രത്യേക രസമുള്ള വീഡിയോ ആണ് കാണാനായിട്ട്. ആളുടെ ലൈഫിനെ പറ്റി പറയുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു ഫീലൊക്കെ വരും അത് കേൾക്കുമ്പോൾ. നമ്മളിപ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അത് കേട്ട എങ്ങനെയായിരിക്കും? നമ്മൾ ഭയങ്കര ധൈര്യശാലായിട്ട് പൊങ്ങിയേരൂലേ? അങ്ങനെ മോട്ടിവേഷണലൊന്നും അല്ല, ഇങ്ങനെ ഒക്കെ കളാക്കും. മോട്ടിവേഷണലല്ല, ആളുടെ ലൈഫിലൊരു ചാപ്റ്റർ, ആളുടെ ചെറുപ്പത്തിലൊരു കഥ പറയുന്നതാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. എന്നുവെച്ചാൽ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിനൊരു ഫീലിംഗ്, ഒരു ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവാം. അത് കണ്ടു നോക്കാം എന്തായാലും എല്ലാവരും. അപ്പോൾ ആ ഒരു വീഡിയോ നിന്നാണ് ആൾ ഇത്രയും ഫേമസ് ആയത്. പിന്നെ ആൾ RJ ആയപ്പോൾ പിന്നെ RJസിൻ്റെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ടോക്കറ്റീവ് ആയിരിക്കും, നല്ല മോട്ടിവേഷൻ കാര്യങ്ങളായാലും എല്ലാവരോടും സംസാരിക്കുന്ന രീതി. അപ്പം അങ്ങനെ ആളുടെ സംസാരവും നല്ലൊരു രസമുള്ള സംസാരം തന്നെ. തമാശകളും അതെ, റിയലിസ്റ്റിക് ആയ കാര്യങ്ങളും ആളുടെ ലൈഫിലുണ്ടായ ഓരോ കാര്യങ്ങളും ആൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതും സ്റ്റോറീസിലൂടെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴൊരു കാര്യം, എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, ജോസഫ് അന്നംകുട്ടിയുടെ ഒരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് അറിയോ ഉത്സവിക്ക്? അതേതാ കോട്ട്? പറയണ്ട, ഡിപ്രഷൻ അടിക്കുന്ന നേരത്തെ കേട്ടത്. നാളെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. ഒരാളെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് ഏറ്റവും നല്ല മാർക്ക് എപ്പോഴാണെന്നറിയോ? ഇങ്ങനെ ഫിൽ ദം വിത്ത് ലവ് ആൻഡ് ജസ്റ്റ് ലിവ്. മനസ്സിലായി എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഓക്കെ, നമ്മളിപ്പോൾ ഡിപ്രഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫീൽ കംപ്ലീറ്റ് എന്ന് പറയില്ലേ, അങ്ങനെ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അയാളോട് ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ അയാളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അയാളുടെ ഇഷ്ടങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും അയാളില്ലാണ്ട് നമുക്ക് പറ്റില്ലാണ്ട് എന്നൊരവസ്ഥ. അത് ഗേളായിക്കോട്ടെ പോയായിക്കോട്ടെ ആർക്കണേ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങൾ കിട്ടിക്കണേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ പോയണേ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരൊറ്റ പോക്കുക, പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്നാണ്ട് മൂവാകും. ആ ഒരു കാര്യമൊന്നും ഫീൽ ചെയ്ത് നോക്ക്, എത്രമാത്രം ഡിഫിക്കൽട്ടായിരിക്കും. ആ ഒരു ടൈമിൽ ഈ ജോസഫ് അന്നംകുട്ടി ഇങ്ങനത്തെ മോട്ടിവേഷൻ വരും. നമ്മുടെ അവസ്ഥ ഒക്കെ നാലിക്കണ്ടേ, ഇതൊന്നും ആയിരിക്കൂല ഇല്ല എൽസാപ്പി? അങ്ങനെയും പറയാം. ഓ, എൽസാപ്പിക്ക് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ തീരെ, അത് കാരണമാണ്. അപ്പോൾ നമ്മുടെ ജോസഫ് അന്നംകുട്ടി ഒരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്, 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ബുക്ക് എഴുതിയിട്ടുണ്ട്, അതും ഒരെണ്ണം ഓട്ടോബയോഗ്രഫിയാണ്. ശരിക്കും ആളുടെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ബറീഡ് തോട്ട്സ് എന്നാണ് പേര്. അതും 27ാമത്തെ വയസ്സിൽ എഴുതിയത്. ഞാനൊക്കെ ആലോചിക്കുക, എങ്ങനെ ഒരാൾക്ക് ഓട്ടോബയോഗ്രഫി, അതും ഇത്രയും ചെറുപ്പം എന്ന് പറഞ്ഞാൽ 27, ഓക്കെ അത്ര ചെറുപ്പമല്ല, എന്നാലും ഒരു ചെറുപ്പം ഏജൊക്കെ തന്നെയല്ലേ. മുന്നേ കഴിഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ കാര്യത്തെ എനിക്കൊന്നും ഓർമ്മ കിട്ടൂല. ശരിയാണ്, എനിക്കങ്ങനെ തന്നെ, എനിക്ക് ഇന്ന് നടന്ന പോലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇങ്ങനെ അതൊക്കെ ഒരു കഴിവ്. പിന്നെ ആറൊരു ബുക്കുണ്ട്, അത് കേട്ടിട്ടുണ്ടാവുമായിരിക്കും പലരും, ദൈവത്തിൻ്റെ ചാരന്മാർ എന്നാണ് ബുക്കിൻ്റെ പേര്. കുറേ പേര് കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, എന്നാലും പേര് കേട്ടിട്ടുണ്ട്. നല്ല കേട്ടിട്ടുണ്ടല്ലോ, കേട്ടയച്ച് അഡ്ജസ്റ്റ് ചെയ്യും അവരെ.
അപ്പം ആള് ഈ രണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതും വായിക്കുന്നവർക്ക് വായിക്കാം, രസമുള്ളതായിരിക്കും തോന്നുന്നു. അങ്ങയുടെ സംസാര രീതി വെച്ച് നോക്കുമ്പോൾ ബുക്ക് രസം ഉണ്ടായിരിക്കാം. ഇങ്ങനത്തെ കോഡ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. ഞങ്ങൾ വിട്ട് വായിച്ചു നോക്കിട്ടാ, നമ്മളിപ്പോൾ ഇതിനെന്ത് പറഞ്ഞത് തീർക്കട്ടെ. ഓക്കെ. പിന്നെ ആള് ഒരു ടെക് ഒരു ഷോയിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. അതും സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു മസാല ദോശ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കപ്പണ്ട് വിശക്കണം ചേർന്നല്ല. പക്ഷേ അത് ഫുഡിന് പറ്റിയിട്ടുള്ള സ്റ്റോറി ഒന്നല്ല കേട്ടോ. ഈ അലയിൽ അങ്ങനെയാണ്. അത് ആളും ആളുടെ ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ പേരിൽ ആളെടുത്തൊരു സ്റ്റോറിയാണ്. അത് പ്രത്യേകിച്ചൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ആളുടെ ലൈഫിൽ ആള് കൊച്ചിൻ SCMS കോളേജിലായിരുന്നു. അവിടെ MBAക്ക് പഠിക്കുമ്പോൾ ആളുടെ ഫസ്റ്റ് സെമ്മിൽ തന്നെ ആൾ മാത്സിൽ ഫെയിലായപ്പോൾ ആൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഫെയിലാകുമ്പോൾ നമുക്ക് പേടിയൊന്നും ഇല്ലല്ലോ. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അല്ല, ചിലവരുടെ കാര്യം, എല്ലാവരുടെ കാര്യമല്ല. അല്ലെങ്കിൽ ജോസഫ് എന്നെ കുട്ടി കുറച്ച് റെയറാ ഐ ഫീൽ അങ്ങനെ ഒരാളെ ഞാൻ അതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ആള് ഫെയിലായ ടൈമിൽ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു സെമ്മ റിപ്പീറ്റ് ചെയ്യണം, ജൂനിയേഴ്സിൻ്റെ കൂടെ എക്സാം എഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. പക്ഷെ ആള് പാരൻസിൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. സാധാരണ കുറേ പേരൊക്കെയാണെങ്കിൽ പാരൻസിൻ്റെ അടുത്തൊന്നും പറയത്തില്ല. പിന്നീട് പാരൻസിനോട് പറയാമെന്ന് വിചാരിച്ച് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ അവരുടെ നിന്ന് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാനൊക്കെ ഇത് പോയിട്ട് എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിലോ ഓൺ ദ സ്പോട്ട് എൻ്റെ ഡാഡി മമ്മി കറി ഗോ ടു മീ ചാളക്കറി. അതെന്താണെന്നറിയോ? അതെന്താ? എന്നാലാണ് കല്യാണം കഴിഞ്ഞ് പോകണ്ടേ, കല്യാണം കഴിഞ്ഞ് പോയാൽ വല്ലതും തിന്നാൻ കിട്ടണ്ടേ. അങ്ങനെയൊക്കെ. അപ്പം ആള് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. ആളുടെ അപ്പൻ ആളെയും കൂട്ടിയിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മസാല ദോശയും ചായയും ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ജോസഫ് അന്നൻകുട്ടി ഇങ്ങനെ വിചാരിക്കുക, എന്തെങ്കിലും അപ്പനൊന്നും പറയാത്ത എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദോശയും വന്നു, ചായയും വന്നു. ഒരു ദോശ കഴിച്ചോ എന്ന് അപ്പം പറഞ്ഞു. അപ്പോൾ ജോസഫ് അന്നൻകുട്ടി ഇതെന്ത് സംഭവം എന്ന് ഒന്ന് ഞെട്ടി. പിന്നെ ആളുടെ അപ്പം പറയാം, നീ പേടിക്കണ്ട, ബിക്കോസ് പാരൻസ് അപ്പനും അമ്മയും നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എന്തുണ്ടായാലും. അത് കേട്ടപ്പോൾ ആൾക്കുണ്ടപ്പോൾ വിഷമവും സന്തോഷമൊക്കെ ആയിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞ. എനിക്കുണ്ട് അങ്ങനത്തെ ഒരു ഉമ്മാനെപ്പനെ കിട്ടാനും അടിപൊളിയായിരിക്കട്ടാ. ശരിക്കും എല്ലാ പിള്ളേരുടെയും ആഗ്രഹം തന്നെയാണ്. ഭയങ്കര എന്നുവെച്ചാൽ നമ്മൾ എന്നുവെച്ചിട്ട് നമ്മുടെ പേരൻസിന് അങ്ങനെ ഇല്ലാന്നല്ല കേട്ടോ. എൻ്റെ ഉമ്മാടിക്ക് സപ്ലി കിട്ടിയെന്നിട്ടും പോയി പറഞ്ഞാറപ്പേ തീർന്ന് കഥ അടിച്ചണം. അമ്മ എങ്ങനെ ഇരിക്കും? ഞാൻ പിന്നെ കുറച്ചൊക്കെ പഠിക്കുന്ന. അങ്ങനെ നമുക്ക് മനസ്സിലായിട്ടോ എലിസബത്ത് പഠിക്കുന്ന. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയായിരുന്നു ആളുടെ മസാല ദോശ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെഡ് ഷോയിൽ പോയിട്ട് കേൾക്കാട്ടോ. കൃത്യമായിട്ട് നല്ല രീതിയിൽ സംസാരമൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ടെഡ് ഷോയിൽ ആളുടെ ടോക്കുണ്ട് മസാല ദോശ സ്റ്റോറിനായിട്ട്. അപ്പം അങ്ങനെ പറഞ്ഞു പോയപ്പോൾ ആളെപ്പറ്റി കുറേ ആയില്ലേ നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് ബോറടിക്കണില്ല? എൽസാപ്പി പറഞ്ഞു തരണം തോന്നുന്നുണ്ട്, എന്തൊക്കെയോ തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമുക്കൊരു പാട്ട് കേട്ടാലോ? പോയിട്ട് എങ്ങനെയുണ്ട് എൽസാപ്പി? നമുക്കൊരു പാട്ട് കേൾക്കാം. അപ്പം എന്നാൽ നമുക്കൊരു പാട്ട് കേട്ടിട്ടാലോ? ഓക്കെ, ബൈ.